ഞാൻ എന്തിനാ ഇവിടെ ചെടിയൊക്കെ നോക്കി കരിയില തൂത്തില്ല, ഇന്റർലോക്കില്ലാത്തൊക്കെ കളഞ്ഞു. നീ എവിടെ ഇത്? ഇനി എത്ര ദിവസം എടുക്കും വരെ? ഇനി ഒരാഴ്ചയോ? ശരിയാന്നല്ലോ, ഒരാഴ്ച. ഞാൻ ഫ്ലൈറ്റ് വന്നതേ, ട്രെയിനൊന്നും വരാൻ നിൽക്കണ്ട. ചുമ്മാ അതിന് തന്നെ 2 ദിവസം പോകും. ഓ, ഇവിടെ ആരും വന്നില്ലടേ. അമ്മയും അവളൊന്നും ഇങ്ങോട്ടൊന്നും ഇറങ്ങിയൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. ആഹാരം ഒന്നും ഞാനെന്ത് രാവിലെ ചായ കുടിച്ചു, ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. ഇനിയിപ്പം എല്ലാവരും ചേർത്ത് വൈകിട്ടാൻ കഴിക്കുക. നീ പെട്ടെന്ന് വന്നാ 10 ദിവസം തന്നെ നിന്നേ പറ്റുള്ളൂ അല്ലേ? ശേ, അവരാരും വരുത്തൊന്നുമില്ലായിരിക്കും. ഞാൻ വിളിച്ചൊന്നുമില്ല. പിന്നെ ഇവിടെ മീനൊക്കെ ഇല്ലേ, ഇനി ഇതിനെല്ലാം കളഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ അതൊക്കെ ചത്തുപോകത്തില്ലേ. ഓക്കെ, നീ വേഗം ഇറങ്ങാൻ നോക്ക് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ലേ, ഞാൻ അവിടെ തന്നെ നിൽക്കുക. നോക്കട്ടെ, തീരെ പറ്റുന്നില്ലെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ അവന്മാരെ ശ്യാമിനെ ആരെങ്കിലും വിളിച്ചു നോക്കാം, ചുമ്മാ അവിടെ നിൽക്കാനല്ലോ. വിരവൊന്നും കൊണ്ടുവരൊന്നും വേണ്ട, നീ വന്നാൽ മതി. ഓക്കെ, ശരി എന്നാൽ ബൈ. ഓക്കെ. അച്ഛനെ ലോട്ടറി അടിച്ചല്ലോ. വ്യാപാര നിലവാരം കൈതച്ചക്കൊക്കെ ഭയങ്കര വില. ഇതെന്താ നോക്കി? ഇതെന്തത്? തുറന്നോക്ക്. ബിരിയാണിയോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി ഉണ്ടാക്കിയാണ്. ഇത്ര എന്തിനാ എനിക്ക്? പിന്നെ കേടാവത്തില്ല ഇത്? ഇല്ലടാ, ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി അങ്ങനെ ഒന്നും കേടാവത്തില്ല. തന്നെ എന്താ വരുന്നേ? തന്നെയാ? എന്തിനാ? ചുമ്മാ ഒന്നറിയാം. 5 ദിവസം എടുക്കുമായിരിക്കും. ഈ 5 ദിവസം നിനക്ക് എന്തെങ്കിലും തിന്നാൻ തോന്നാണെങ്കിൽ നീ എന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ഉണ്ടാക്കി തരാം. അപ്പൊ അതിനും ലാഭം. നീ ഫുഡൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഞാൻ വേണമെങ്കിൽ ഉണ്ടാക്കി തരാം. ഇവിടെ വന്നുണ്ടാക്കും, അവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുവോ? ഞാൻ അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടാ പോരെ. എന്തിനാ വെറുതെ ഇവിടെ വന്ന് ഒരു ബുദ്ധിമുട്ട്? അതെ. പിന്നെന്തുണ്ട് വിശേഷമൊക്കെ? അല്ല, ഞാൻ ആക്ച്വലി നിന്നെ കണ്ടുമുട്ടുമ്പോ നീ ഒരു ആക്ടർ ആവുമെന്ന് വിചാരിച്ച. ഞാൻ എന്നത് ഓർക്കായിരുന്നു വീട്ടിലിരുന്ന്. പണ്ടൊക്കെ എന്തായിരുന്നു മറ്റേ സ്കിറ്റ് ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ അങ്ങനെ ഓടിയായിരുന്നു. അതെന്താ അറിയോ, ഈ കഴിവുള്ളവരെല്ലാം എല്ലായിടത്തും എത്തുന്നില്ലല്ലോ. അതെ, കുറച്ച് ഉപയോഗിക്കണം, എന്നാലേ എവിടെയെങ്കിലും ഒക്കെ എത്തത്തുള്ളൂ. അല്ലാതെ ചുമ്മാ കല്യാണം കഴിച്ചോടെ ഇരുന്ന് എങ്ങനെയാ ശരിയാവാ? അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് നടത്തുന്നതാണോ? ഇങ്ങനെ സംഭവിച്ചു പോയതല്ലേ? നീയല്ലേ പോയി തന്നെ പ്രപ്പോസ് ചെയ്തേ. പിന്നെ തന്നെ ഞാനാ പ്രപ്പോസ് ചെയ്തേ? ഇത് ആര് പറഞ്ഞു? അവളാ എന്നെ പ്രപ്പോസ് ചെയ്തേ. നീയല്ലേ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അവളാ എന്നെ പ്രപ്പോസ് ചെയ്തേ. അവളാ എന്നെ പ്രപ്പോസ് ചെയ്തേ. ഞാനാണോ നിന്നോട് എസ് പറയാൻ പറഞ്ഞേ? അതെന്നാലും ഇങ്ങനെ ഒരാളെന്ന് പറയുമ്പോഴേ. അല്ല, അത് വിട്. നീ ആക്ടിംഗ് ഒന്നും റീസ്റ്റാർട്ട് ചെയ്യുന്നില്ല? താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കിപ്പോ എന്താ അറിയോ, പണ്ടത്തെ കൂട്ട കോണ്ടാക്ടുകളൊന്നും ഇല്ല. ആരെങ്കിലും വിളിച്ചാൽ ഞാൻ റെഡിയാ. എടാ, വീട്ടിൽ കുത്തിരിക്കാതെ ഒന്ന് പുറത്തിറങ്ങിയാലാണ് ഈ കോണ്ടാക്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കാൻ പറ്റാ. ഞാനിവിടെ ഇറങ്ങുന്ന അങ്ങനെ കോണ്ടാക്ട് ഉണ്ടാവുന്നേ? എടാ മരം വേണ്ട, കുറച്ച് ആൾക്കാരായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്താലാണ് ഈ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കാൻ പറ്റാ. അല്ലാതെ ചുമ്മാ ഇങ്ങനെ ഭാര്യനെ നോക്കി കുത്തിയിരുന്ന ഒന്നും ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ കുറച്ചാളെ ചെയ്യുന്ന ഐഡിയ പോയി. എവിടെ പോയി ആളുകളെ എങ്ങനെ പരിചയപ്പെടണം എന്നൊരു ഐഡിയ ഇല്ല. ഇയാൾക്ക് ആരെങ്കിലും പരിചയമുണ്ടോ? നീ ഒന്ന് റീസ്റ്റാർട്ട് ആക്കി നോക്ക്. ഈ കാസ്റ്റിംഗ് കോളൊക്കെ കാണാറുണ്ട് ഞാൻ. ഇപ്പൊ കുറച്ച് പേജുകളൊക്കെ കണ്ടപ്പോ ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങനെയൊക്കെ കൊടുത്തു നോക്കാം. എല്ലാം സെറ്റ് ആവും, നീ ഒന്ന് നോക്കിയോ. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ. ഞാൻ പ്രാർത്ഥിക്കാം നിനക്ക് വേണ്ടിട്ട്. പ്രാർത്ഥിക്കണേ. നീ എന്തായാലും ബിരിയാണി കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടോ. കഴിയാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി കേട്ടോ, ഞാൻ ഉണ്ടാക്കി തരാം. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ. അതെ, ഇത് കുറച്ചെടുത്തിട്ട് പിന്നെ ഇത് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചാൽ മതി. അതോ എങ്ങനെയാ? നീ തിന്നടാ, നീ കുറച്ചുകൂടെ ആരോഗ്യം വെക്കട്ടെ. ഇത്ര എങ്ങനെ തിന്നാനാ? നീ തിന്ന്, ഞാൻ ഉണ്ടാക്കി തന്നല്ലോ സ്നേഹത്തോടെ. ശരി, ഓക്കെടാ, ബൈ. കാണാം. എടാ, നീ എന്തെങ്കിലുമൊക്കെ നീ ഒന്ന് അത്രയ്ക്ക് അർജന്റ് ആയതുകൊണ്ട് ചോദിക്കണേ. എടാ തരാം, തിരിച്ചു തരാം, അടുത്ത ആഴ്ച തിരിച്ചു തരാം. ഞാൻ വിളിക്കാം, ഒരു മിനിറ്റ്. എന്താ വെച്ചാ ടെൻഷൻ അടിച്ചിക്കണേ? എനിക്ക് കുറച്ച് പൈസ അത്യാവശ്യമുണ്ട്. പൈസയോ? എത്ര? ഒരു 10-20,000 രൂപ ആവശ്യമുണ്ട്. എങ്ങനെ ഒപ്പിക്കാൻ പോണേ? എന്റെ അടുത്ത് ചോദിക്കരുത് കേട്ടോ. ഞാൻ ഉള്ള ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു മടുത്തു. എന്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ കടം ചോദിക്കാത്ത ആരുമില്ല. 5 പൈസ എടുക്കാനില്ല. സോറി. നിനക്ക് എന്തെങ്കിലും ഒരു വഴിയിൽ എനിക്ക് കുറച്ച് പൈസ തരാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അതിന് നെക്സ്റ്റ് വീക്ക് തിരിച്ചു തരാം. നീ ഷോർട്ട് ഫിലിം ചെയ്യുന്നല്ലേ? നീ ചെയ്യാറുണ്ടോ? ഇപ്പൊ ചെയ്യാറില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. നിഖിൽ നന്നായിട്ട് ആക്ട് ചെയ്യും. അവൻ ഈ കോളേജിലൊക്കെ കുറെ പരിപാടിക്ക് ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഉറപ്പാ ഭയങ്കര നന്നായിട്ട് ആക്ട് ചെയ്യും. മനസ്സിലായോ? മനസ്സിലായി. നീ ഒരു ഷോർട്ട് ഫിലിം പിടിക്ക്. അതുവഴി നിനക്ക് പൈസ ഉണ്ടാക്കാലോ. അവന് റോള് കിട്ടുകയും ചെയ്യും. നല്ല ഐഡിയ അല്ലേ? പക്ഷെ
നീ പറഞ്ഞ പോലെ ഈ ഷോർട്ട് ഫിലിം എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ഒരു പ്രൊഡ്യൂസർ കേൾക്കണം, പിന്നെ നമ്മുടെ കൂടെ ഉള്ളവരെ കേൾക്കണം, ഇനി അവർക്ക് വർക്ക് ആവണം, കുറച്ച് പരിപാടിയുണ്ട്. പിന്നെ പൈസക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ട് ചെയ്യാം. ഇത് പൈസ മുടക്കമുള്ള പരിപാടിയും കൂടെയാണ്, അതുപോലെ നീ ആലോചിക്കണം. ചോദിച്ചു നോക്ക്, അവൻ പൈസ എന്നാലും ഈ നിഖിലെന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഒന്നും വന്നില്ല. അവൻ അടിപൊളിയായിട്ട് ആക്ട് ചെയ്യും, ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. അവൻ ഭയങ്കര ഫേമസ് ആയിരുന്നു കോളേജിലൊക്കെ. ഇത് മാത്രല്ല വേറെ വഴിയും നീ പൈസ നോക്കണം. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ നീ പറഞ്ഞോണ്ടേ സംസാരിക്കാം. നോക്കാം. വലിയ ഉറപ്പൊന്നും പറയാനുള്ള, നോക്കാം, അത്ര തന്നെ. ഞാനൊന്ന് അതിനുള്ള ഒരു പരിപാടി നോക്കട്ടെ. നീ എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്ക്, നോക്കാം നമുക്ക്. നിഖിൽ നിഖിലേട്ടാ, കൃഷിയൊക്കെയാണോ മൊത്തം? കുറച്ചേ ഒറ്റയ്ക്കാ, കുറച്ച് രസം കൊണ്ടേ. അപ്പൊ 2-3 ചെടിയൊക്കെ നട്ട് അതിനൊക്കെ ഇങ്ങനെ റീപ്ലാന്റിങ്ങും കുറച്ച് അവിടുന്ന് പിഴുതി. ഇവിടെ കുറച്ചായിട്ട് കൃഷിയൊക്കെ ഉണ്ട്. ഇവിടെ അവിടെ വെണ്ടയ്ക്ക ഉണ്ട്, കുറച്ച് മുളക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, ചീര എല്ലാം ഉണ്ട് ഇവിടെ, കൃഷിയൊക്കെ ഉണ്ട്. വീട്ടില് മമ്മി ചെയ്യാറുണ്ട്. ഉണ്ടല്ലേ? ഞാൻ ചെയ്യാറൊന്നുമില്ല. ഇടയ്ക്ക് ചെയ്ത് നോക്കും, നല്ല രസമാണ്. അതിന് ഇതൊക്കെ കിട്ടുമ്പോഴേ ഒരു വെജിറ്റബിൾസ് കിട്ടി നമ്മൾ അത് കുക്ക് ചെയ്യുമ്പോഴൊക്കെ രസമാണ്. അത് പ്രത്യേക കഴിക്കാറുള്ളൂ. അതാ ശീലം. പിന്നെ വേണ്ട പുതിയ പൂവൊക്കെ വരുമ്പോ നമുക്കൊരു ഇതാ. എന്താ വെറുതെ ഇറങ്ങിയാ നിങ്ങൾ? ഞാൻ ജസ്റ്റ് വെറുതെ ഇറങ്ങില്ല. അല്ല, അഭിനയിക്കാൻ താല്പര്യം ഉണ്ടല്ലേ? എങ്ങനെ അറിയാം? അല്ല, ഏഞ്ചൽ എന്നോട് ദിവസം പറഞ്ഞായിരുന്നു. അതെ, സ്കൂളിലും മറ്റേ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ചെറിയ നാടകവും കുറച്ച് എഴുത്തൊക്കെ ഉണ്ടായിരുന്നു. എഴുത്ത് പിന്നെ എനിക്കൊന്ന് സ്കൂള് പോലെ എനിക്കൊരു +2 വരെ ആ സ്കൂള് മെയിൻ ആർട്ടിസ്റ്റ് ആയിരുന്നു. അവാർഡ് കിട്ടുമായിരുന്നു എനിക്ക്, ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ. കോളേജിൽ ഞാനായിരുന്നു ബെസ്റ്റ് ആക്ടർ, റൈറ്റിംഗ് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് തീമായിട്ട് ഇരുന്നിട്ടേ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യാൻ പരിപാടി ഉണ്ട്. ഞാനിപ്പോ മറ്റേ ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഡയറക്ടറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കും. ആണോ? പണ്ട് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അഭിനയിക്കാനൊക്കെ. പിന്നെ ഇപ്പൊ എന്താ അറിയോ, കല്യാണമൊക്കെ കഴിച്ച് അങ്ങനെ സെറ്റിൽ ആയിട്ട് ഇങ്ങനെ ഫാമിലി ആയിട്ട് ഒതുങ്ങി പോവാ. അല്ല, കല്യാണം ഇത് തമ്മിൽ എന്താ ബന്ധം? കല്യാണം വേറെ ടൈം ഉണ്ടായിരുന്നു, അതൊക്കെ. പക്ഷെ ഇപ്പൊ ഞാൻ റെഡി ആയിട്ടില്ല. ചേട്ടന്റെ മനസ്സിലൊരു കഴിവുണ്ടെങ്കിലോ എത്താനായിട്ട് അങ്ങനെ പ്രായമില്ല, കല്യാണം അതൊന്നും ഒരു നോ മാറ്റേഴ്സ്. അല്ല, കുറച്ചാളുകൊണ്ട് ഒതുങ്ങിയിരിക്കുവോ. പക്ഷെ എനിക്കൊരു നീ ഇപ്പൊ ഒരു വർക്കിന് എന്നെ വിളിച്ചാൽ ഞാൻ വരും കേട്ടോ. എനിക്ക് 100% താല്പര്യമുണ്ട് ചെയ്യാനും. അങ്ങനെ ഒരു സാധനം ചേട്ടനെ കണ്ടപ്പോ എന്റെ മനസ്സിൽ തോന്നുന്നു. ഞാനിപ്പോ പരിപാടി ചെയ്യുന്നുണ്ടേ. ഞാൻ എന്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ഒരു അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഡയറക്ടറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് കൊള്ളാം. അപ്പൊ ഞാൻ ചേട്ടനെ കണ്ടപ്പോ എനിക്ക് അങ്ങനെ ഒരു ഇത് കിട്ടി. ഭയങ്കര ക്യാമറ പ്രസൻസ് ഉണ്ട്. എനിക്ക് തോന്നിയത്. നീ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ വിളിക്കട്ടെ, ഞാൻ വരാം. റെഡിയാ ആണല്ലേ? അങ്ങനെ ഞാൻ വിളിക്കാം. സ്ക്രിപ്റ്റ് ഒക്കെ ആയിട്ടെ? സ്ക്രിപ്റ്റ് കഴിയാറായിട്ടുണ്ട്. എന്നോടൊന്ന് പറഞ്ഞാൽ മതി, നമുക്കത് വായിച്ച് നോക്കിയിട്ട് ഞാൻ റെഡി ആണെങ്കിൽ ഞാനത് ചെയ്യാം. താല്പര്യമൊക്കെ ഉണ്ട്. പ്രൊഡക്ഷൻ ഒക്കെ ആയോ? അതോ പ്രൊഡക്ഷൻ അത് ഇത് കഴിഞ്ഞിട്ട് സംസാരിച്ചു പറഞ്ഞു. ചേട്ടനെ കണ്ടപ്പോ എനിക്ക് അങ്ങനെ ഒരു സംഭവം കിട്ടി, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചാൽ മതി. ഞാൻ റെഡിയാ. എന്തായാലും ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ട്, കുറച്ച് ഫ്രീ ആണ്. ജോലിക്ക് ഇപ്പം റിസൈൻ ഒക്കെ ചെയ്തിട്ട് നിൽക്കുവോ? ഉറപ്പായിട്ട് ഞാൻ വരും. പോയിട്ടോ? ശരി എന്നാ. ശരിക്കും പറഞ്ഞാൽ ഏഞ്ചലിനോട് എനിക്ക് ഭയങ്കര നന്ദിയുണ്ട്. എന്താ വെച്ചാൽ കുറെ നാളുകൊണ്ടുള്ള ഒരു ആഗ്രഹമേ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അത് ഒന്ന് ഓർമ്മിപ്പിച്ചെടുത്തപ്പോ എന്തോ ഒരു, ഞാൻ ഇത്ര നാൾ എന്തുകൊണ്ടത് വിട്ടുപോയെന്ന് ഞാൻ ആലോചിച്ചത്. എന്നാ നീ നന്ദിയൊക്കെ പറയണേ? നിന്റെ കല്യാണം കഴിഞ്ഞാലും പണ്ടും ഇപ്പോഴും എനിക്ക് ഇമ്പോർട്ടന്റ് തന്നെയാ. അല്ല, ആ കല്യാണം കഴിഞ്ഞെങ്കിലും ഉണ്ടല്ലോ, ഇപ്പം തന്നിയുടെ സ്ഥലത്ത് ഏഞ്ചൽ ആയിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ ഇതൊക്കെ പണ്ടേ ചെയ്തു പോയനെ, അല്ലെങ്കിൽ അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തേനെ. എനിക്ക് ചിലപ്പോ വേറെ ഒരു തലത്തിൽ തന്നെ എത്തിപ്പോയനെന്ന് എനിക്ക് ഇങ്ങനെ തോന്നിപ്പോയി. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, കുറെ ലേറ്റ് ആയി പോയി. അതായത് ഈ ഒരു ആക്ടിങ്ങിലേക്ക് വീണ്ടും ചിന്തിപ്പിക്കാൻ തോന്നിയതിൽ എനിക്ക് ഭയങ്കര ഏഞ്ചലിന്റെ അടുത്ത് ഭയങ്കര എനിക്ക് നന്ദിയുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ലടാ, എന്തായാലും നീ നോക്കി ഓക്കെ.